പൊതുവെ മലയാളികൾ ഇൻഷാ അല്ലാന്ന് ഉപയോഗിക്കൂല. അറബികൾ വളരെ അല്ലെ, അറബികൾ നല്ല ഉപയോഗിക്കൂല. ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ. നമുക്ക് വളരെ കുറവാണ്. നമ്മൾ ഭയങ്കര ഡയലോഗായിരിക്കും. അതുണ്ടെങ്കിൽ വന്നിരിക്കും, ഉറപ്പ് 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 എന്നൊക്കെ പറയും. എന്ത് വരുന്നു ഇൻഷാ അല്ലാ പറയാത്തോണ്ട്. അത് വളരെ ഗൗരവത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ വലിയ മഹാന്മാർ മുഖേന ബോധ്യപ്പെടുത്തിയിട്ടുള്ളൊരു സത്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് വേദം കൊടുക്കപ്പെട്ടവരിൽ നിന്നുള്ള മേലാളന്മാരുടെ പ്രതിനിധികൾ വന്ന് 3 കാര്യങ്ങൾ ചോദിക്കുകയുണ്ട്. ഒന്ന്, ഖുർആനിൽ ചർച്ച ചെയ്യപ്പെട്ട ദുൽഖർനൈനെ കുറിച്ച്. 2, സൂറത്തുൽ കഹ്ഫിലെ ആളുകളെ കുറിച്ച്. 3, ആത്മാവിന്റെ യാഥാർത്ഥ്യത്തെ കുറിച്ച്. ഈ 3 കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഉഖ്ബിറു വദാ, നാളെ അതിന് ഞാൻ മറുപടി വന്നേരാം ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞു. അത് തെറ്റല്ല, അമ്പിയാക്കൾ തെറ്റിയില്ല, പ്രത്യേകിച്ച് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ഇങ്ങനെ ചില കാര്യങ്ങൾ ഉമ്മത്തിന് പാഠമായിട്ട് അല്ലാഹു തആല അവർക്ക് മറവി കൊടുക്കും. സഉഖ്ബിറു വദാ, അത് നിങ്ങൾ നാളെ വരി, ഞാൻ റെഡിയാക്കി തരാം. ഇത് നാളെ വരാൻ പറഞ്ഞ എന്താ? അതിനിടക്ക് അല്ലാഹു തആല ഇവര് കാര്യമായിട്ട് ചോദിച്ചല്ലേ, അപ്പൊ അല്ലാഹു തആല വഹി ഇറക്കുമല്ലോ, അതിന് മറുപടി ഉണ്ടാവുമല്ലോ. ആ പ്രതീക്ഷയിലാണ് നാളെ വരുന്ന പറഞ്ഞത്. ആ നാളെ വരുന്ന പറഞ്ഞാൽ ഇപ്പൊ ഓർമ്മയുള്ളൂ, 40 സെഞ്ചുറിയിൽ ആ വൈക്ക് പോയി. 40ഓളം ദിവസം വഹി വന്നതന്നെ ആകെ പ്രശ്നമായി. ഈ വന്ന് ചോദിച്ച ആൾക്കാർ വിത്തനം ഉണ്ടാക്കാൻ തോന്നി, ഇപ്പൊ എന്ത് നാളെ വരാൻ പറഞ്ഞിട്ട് അവരങ്ങനെ പറഞ്ഞു. വേറെ ചില ആൾക്കാർ പറഞ്ഞു, ഇന്ന ഷൈത്താന മുഹമ്മദിൻ ഹജറ എന്ന് പറഞ്ഞു. മുഹമ്മദിന്റെ ഷൈത്താൻ മഅദല്ലാഹ്, വാക്ക് ഉദ്ധരിക്കാൻ തന്നെ മടിയാണ്. മുഹമ്മദിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം പിണങ്ങിക്കണെന്ന്. അങ്ങനെ ആകെ പ്രചരണമായി. റസൂലുള്ളാഹി ആകെ ടെൻഷനായി, കാരണം വഹി വരാതിരിക്കല്ലേ. ജിബ്രീൽ ഇസ്ലാം വന്നിട്ട് പറഞ്ഞു കൊടുത്തു, നബിയെ ലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫായിലുൻ ദാലിക ഗദൻ, സൂറത്തുൽ കഹ്ഫിലെ ആയത്താണ്. ലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫായിലുൻ ദാലിക ഗദൻ ഇല്ലാ യശാ അല്ലാഹ്. ഇനി മേലാൽ നാളെ പറയാ, നാളെ ചെയ്യാന്ന് പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് കൂട്ടാൻ മറക്കരുത് എന്ന് പറയും. ഇൻഷാ അല്ലാഹ് പറയാത്തോണ്ട് എത്ര ദിവസമാണ് വഹി ഇറങ്ങായിരുന്നത്? 40 ദിവസം. വിഷയത്തിന്റെ ഗൗരവം നമുക്ക് മനസ്സിലായോ? നമ്മളിത് പറയുന്നില്ല, നമ്മളങ്ങോട്ട് പറയും ഓർപ്പിച്ചിട്ട്. എന്താണ് ഞാനെന്ന് പറഞ്ഞാല് കുഞ്ഞാലി മുല്ലയുടെ മോനല്ലേ, ഞാൻ പറഞ്ഞ നടന്നിരിക്കും. ഞങ്ങള് വല്യർമ്പേരാണ്, നടക്കൂല. ഞങ്ങളെ കണ്ട് ഒഴിവാക്കിയത് ഇന്നെ തന്നെ കേട്ടോ, ഞാൻ വല്യർമ്പേരനാണ്. ഇതിൽ ഞാൻ ആരെങ്കിലും വല്യർമ്പേരുണ്ടെങ്കിൽ ഞാൻ ഇന്നെയാണ് പറഞ്ഞു, എന്റെ വാപ്പാന്റെ ഒരു കുഞ്ഞാലി ചേരാന്ന് കേട്ടോ. അതുകൊണ്ട് നിങ്ങളാരും പറഞ്ഞില്ല, ഞാൻ ഇന്നാണ് പറഞ്ഞാണ്. ഞാനെന്ന് പറഞ്ഞ വല്യർമ്പേനാണ്, കുഞ്ഞാലി മുല്ലയുടെ മോനെ. നിങ്ങളെന്താ കരുതി ഇന്ന് വരെ ഞാൻ പറഞ്ഞതിൽ മാറ്റിക്കണം, എനിക്ക് ഓർമ്മ നടക്കൂല. ഒരു ഇൻഷാ അല്ലാഹ് എപ്പോഴും നമ്മൾ പറയണത് നല്ലതാണ്. നമുക്ക് വലിയ നിർഭാഗ്യത്തിലൂടെ സുലൈമാൻ നബി അലൈഹി സ്വലാം ഒരിക്കലേ, സുലൈമാൻ നബി സ്വലാമക്ക് ഒരുപാട് ഭാര്യമാരുണ്ട്, കുറെ ഉണ്ട്. ഒരിക്കൽ രാത്രി പറഞ്ഞു, നിന്റെ 100 ഭാര്യമാരെ എത്തിക്കാൻ പോകുന്ന. അതാ അലിയിലെടുക്കണ ഞാൻ ഭാര്യമാർ പോകും. ഇപ്പൊ ആ സമയത്തെങ്കിലും നീച്ചു പോകണ്ടോ? ഞാൻ അന്ന് എന്റെ 100 ഭാര്യമാരുടെ അടുത്ത് പോകും. ആരാ പറഞ്ഞേ? പുത്തൻതുറയിലെ ഇമാമല്ലേ പറഞ്ഞേ? സുലൈമാൻ നബിയാണ്. മുഴുവനായിട്ട് ഞാൻ ബന്ധപ്പെടും, മുഴുവനും ഗർഭം ചുമക്കും, മുഴുവനും കുട്ടികളെ പ്രസവിക്കും. ഏതരം കുട്ടികള്? യളൗ കുല്ലു വാഹിദിൻ മിൻഹുന്ന ഗിൽമാനൻ ഫർസാന, നല്ല ചൊങ്കും ചൊറുക്കും നെഞ്ചൊറുപ്പും ചങ്കുറപ്പുള്ള അശ്വഭടന്മാർ, അള്ളാന്റെ മാർഗത്തിൽ പോരടിക്കുന്ന പട്ടാളക്കാരെ പ്രസവിക്കുന്നു. ഇൻഷാ അല്ലാഹ് പറഞ്ഞില്ല. 99 ഗർഭം ചുമന്നില്ല, പ്രസവിച്ചില്ല. ആകെ എത്രണ്ണ പ്രസവിച്ചത്? 90 കഴിഞ്ഞ പിന്നെ ഒന്നില്ലേ? 1. അതൊട്ട് കുതിരപ്പുറത്ത് കയറാൻ പറ്റില്ല, കാരണം അംഗവൈകല്യം വികലാംഗനായിരുന്നു. ഈ വീൽ ചെയറിൽ ഇറ്റ് കൊണ്ടുണ്ട്.
പറഞ്ഞതെന്താ? 100 ആൺകുട്ടികളെ പ്രസവിക്കും, ഒക്കെ കുതിരപ്പുറത്ത് കയറിയിട്ട് യുദ്ധം ചെയ്യുന്നല്ലേ. ഒരൊറ്റ ഒന്നും പ്രസവിച്ചില്ല. വന്നൊന്ന് നോക്കുമ്പോ കുതിരപ്പുറത്ത് കയറ്റില്ല, കുതിരനെ മുമ്പനെ പറ്റിയത്. കാരണം വികലാംഗന വീൽചെയറിൽ കൊണ്ടുപോകേണ്ട ചികിത്സ വന്നത്. അവിടെ ഈ ചരിത്രം കണ്ട പറയുമ്പോ ചിരിച്ചുകൊണ്ട് പരിശുദ്ധ റസൂല് പറഞ്ഞു, ലൗകാന അഖീ സുലൈമാൻ ഇൻഷാ അല്ലാഹ്, എന്റെ സുഹൃത്ത് സുലൈമാൻ എങ്ങാനും അന്നൊരു ഇൻഷാ അല്ലാഹ് പറഞ്ഞിരുന്നെങ്കിൽ എന്നോർത്തു ചിരിച്ചു മുഹമ്മദ് മുസ്തഫ. സമാനമായ ഒരുപാട് സംഭവങ്ങൾ ഈ യുദ്ധത്തിൽ എനിക്ക് പറയാൻ കഴിയും. ഒക്കെ കൂടി പറയൽ നമ്മുടെ തറാവിന്റെ ലക്ഷ്യമല്ല. അപ്പൊ ഒരു ഇൻഷാ അല്ലാഹ് എപ്പോഴും പറയണം. എന്ത് പറയുകയാണെങ്കിലും ആചാര്യങ്ങള് നമ്മള് ഞായറാഴ്ച ഇൻഷാ അല്ലാഹ് ഞാൻ വരാൻ ഉദ്ദേശിച്ചു, ഇൻഷാ അല്ലാഹ്. എന്ത് രസമുണ്ട് കേൾക്കാന്. അത് നടപ്പിലാവും ചെയ്യും. ഇൻഷാ അല്ലാഹ് പറഞ്ഞാൽ കുറെ കാര്യങ്ങൾ അവതാളത്തിലാവും, നടപ്പിലാവില്ല. പറയൽ നിർബന്ധമാണോ ഇല്ല എന്നുള്ളത് നിർബന്ധമൊന്നുമല്ല. അത് ഒരാൾ പറഞ്ഞില്ല വെച്ചിട്ട് അത് തെറ്റുമല്ല. പക്ഷെ പറയലൊരു ബർക്കത്താണ്. അത് കുറെ കാര്യങ്ങൾ നടപ്പിലാവാൻ നല്ലതാണ്. ഏത് കാര്യത്തിനും നിങ്ങള് ചിലപ്പം ഈ ചോദിക്കുന്ന ആളെ വിവരമില്ലാത്ത ആളായിരിക്കും. അയാളെ സംസ്കാരം വെച്ചിട്ട് ഉറപ്പല്ലേ, ഉറപ്പാന്ന് നമ്മൾ പറയുന്നത്. ഇന്ന് മുതൽ നമ്മളെ ക്ലാസ് പങ്കെടുക്കുന്ന എല്ലാ ആൾക്കാരും ഇൻഷാല്ലന്റെ ആളുകളാണ്. വെറുതെ ഇൻഷാല്ല പറയരുത്. എന്നാൾ പുറത്തിറങ്ങിയിട്ട് ഇൻഷാല്ല അങ്ങനെ പറയരുത്. എന്നാളെ ഞാൻ വേറെ സ്ഥലത്തപ്പോ എന്നോട് പറഞ്ഞു, ഇവിടെ ഇത് ഇൻഷാല്ല കാക്കാന്റെ കബറാണ്. എന്താ അങ്ങനെ? അയാൾക്ക് തൊള്ള പറഞ്ഞ ഇൻഷാല്ല പടി. മരിച്ചു നോക്കുമ്പോൾ ആൾക്കാർ ഇൻഷാല്ല കാക്കാന്ന് പേരിട്ട്. അല്ല, അത് കുഴപ്പമുണ്ടായിട്ടില്ല. പക്ഷെ ഈ അസ്ഥാനത്ത് ഇങ്ങനെ ഇൻഷാല്ല ഇൻഷാല്ല അങ്ങനെ പറയരുത്. പക്ഷെ നമ്മൾ എന്ത് ഉറപ്പിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ ബാക്കിൽ ഒരു ഇൻഷാല്ല വെച്ച് കൊടുക്കുന്നത് ആ കാര്യം നടപ്പിലാവാനും ബർക്കത്തുണ്ടാവാനും നല്ലതാണ്. ഇന്ന് ഇത് മാത്രമേ പറയുന്നുള്ളൂ. ഇനി വേറെ എല്ലാം കൂടി കുത്തിക്കയറ്റിട്ട് ഇത് മറക്കണ്ടെന്ന് കരുതിയിട്ടാണ്. കാരണം നമ്മളെ മലയാളികൾക്ക് മാത്രമേ പാകിസ്ഥാനികൾ ഇൻഷാല്ല എന്ന് പറയും, അഫ്ഗാനികൾ ഇൻഷാല്ല എന്ന് പറയും. മലയാളികളും തമിഴന്മാരും ഇൻഷാല്ലയെ കുറച്ച് പിശുക്കുള്ളവരാണ്. വല്ലാ പറയില്ല. ഞാൻ കേട്ടില്ല. വളരെ നല്ല തക്കവ അടിച്ചു കയറി കുറച്ചൊക്കെ അത് പരിചയിച്ച ആളുകൾ ഇങ്ങനെ പറയും ഇൻഷാല്ലാ. എന്നാ കേട്ടോനെ മനസ്സിലാവില്ല. അല്ല, നിങ്ങൾ എന്താ പറഞ്ഞു വരില്ല എന്നാ പറഞ്ഞേ? ഇത് പറഞ്ഞോനെ ഓനക്കിത് അറിയില്ല. അപ്പൊ അത് നമ്മളിങ്ങനെ പറഞ്ഞാൽ ശീലിച്ചാൽ മതി. ഇൻഷാല്ലാ ആകണം. ഞാൻ ഇൻഷാല്ലാ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഇപ്പൊ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി പറഞ്ഞാലേ എനിക്കിത് പരിചയം കൊണ്ട് പറയാണ്. ഞാന് ഏതൊരു കാര്യം ഉറപ്പിച്ചു വരുമ്പോ ഞാനിങ്ങനെ ഉറപ്പാണ് ഞാൻ അങ്ങനെ പറയുന്നില്ല. ഇൻഷാല്ലാ ഞാൻ അങ്ങനെ പറയുന്നു. അപ്പൊ അത് എപ്പോഴെങ്കിലും ഇൻഡോ വൈത്താലം ഇങ്ങനെ നടക്കണ്ട, ഇല്ലാതെ എന്തെങ്കിലും പറയണ്ട. ചിലപ്പോ ഒന്നോടൊക്കെ ഒന്നുകൂടായൊന്നുമില്ല മനുഷ്യർക്ക്. പക്ഷെ എന്റെ ഒരു പൊതു സ്വഭാവമല്ല അത്. ഇൻഷാല്ലാ പറയാതെ ഒരു കാര്യം തർപ്പിച്ച് പറയാന്നുള്ള ഒരു പൊതു സ്വഭാവമല്ല. അപ്പൊ നമ്മൾ ഇൻഷാല്ലാന്റെ ആളുകളാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ തയ്യിബൻ മുബാറകൻ ഫീ ജസീലൻ ജമീലൻ ദായിമൻ ബിദവാമി മുൽക്കില്ലാഹ്. اللهم صل على سيدنا محمد النبي الأمي الطاهر الزكي وعلى آله وصحبه وسلم. റഹ്മാനായ അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും വന്നതും ചെയ്തതും ചൊല്ലിയതും നീ കബൂലാക്കണേ അല്ലാഹ്. വീഴ്ചകൾ പുറത്തു പരിഹരിച്ചുകൊണ്ട് ഈ നന്മകളുടെ തവാബ് നിന്റെ അഹബ്ബായ അക്രമായ ഞങ്ങളുടെ ഷഫീആയ ഉലകത്തിന്റെ മുത്തായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയിലെത്തിക്കണേ അല്ലാഹ്. മറ്റ് അമ്പിയാക്കൾ മുർസലീങ്ങൾ അവിടുത്തെ അസ്ഹാബ് അസ്വാജ് ആല് അഹ്ലു ബൈത്തിലെത്തിക്കണേ അല്ലാഹ്. ലോകത്തിന്റെ അഷ്ടദിക്കിൽ കഴിയുന്ന മുഴുവൻ ഖവാസിലും എത്തിക്കണേ അല്ലാഹ്. അതിൽ ആണുങ്ങൾ, പെണ്ണുങ്ങൾ, ജിന്നിൻസ്, കുട്ടികൾ, യുവാക്കൾ, പ്രായമുള്ളവർ ഭേദമില്ല എല്ലാവർക്കും എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്.
അവർക്ക് ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാ. ഞങ്ങളെ മാതാപിതാക്കളിൽ പലരും ഖബറുകളിലാണ് എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഉസ്താദുമാര് കൂടെ പഠിച്ചവർ, ഞങ്ങളിൽ നിന്ന് പഠിച്ചവർ, പഠിപ്പിച്ചവർ, പഠിക്കുമ്പോൾ സേവിച്ചവർ, സ്നേഹിച്ചവർ, സഹായിച്ചവർ, സഹകരിച്ചവർ, താങ്ങും തണലുമായവർ, ഉറ്റവർ, ഉടയവർ പലരും ഖബറുകളിലാണ്. പ്രത്യേകിച്ച് പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ള മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്ത് എല്ലാവർക്കും എത്തിച്ചവരുടെ ഖബറുകൾ അനുഗ്രഹത്തിന്റെ ആരാമങ്ങളാക്കണേ അല്ലാ. അല്ലാഹുവേ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും വിശപ്പുക ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. യുദ്ധത്തിന്റെ കൊടുമ്പിരി അവസ്ഥയാ, ബീഭത്സകമായ ചിഹ്നങ്ങളാ, ചിത്രങ്ങളാ, തീജ്വാലകളാണ് റബ്ബേ. നിരപരാധികൾ ഉറങ്ങാത്ത രാവുകളാണ് അല്ലാ. ജൂതപ്പരിശുകളെ നീ കെട്ടിയിടണേ അല്ലാ. അവരുടെ ശക്തിയെ നീ നശിപ്പിക്കണേ അല്ലാ. ഗൾഫ് രാഷ്ട്രങ്ങളിലെ അറബി പ്രമുഖരുടെ തലയുടെ ഉള്ളിൽ ആരാണ് ശത്രു, ആരാണ് മിത്രം എന്ന തിരിച്ചറിവ് കൊടുക്കണേ അല്ലാ. ജൂതന്മാരുടെ വഞ്ചനകൾ കാലേ കൂട്ടി അറിയാനുള്ള അല്ലാഹുവേ ജ്ഞാനവും വിശാല മനസ്സും ചിന്തയും അവർക്ക് നീ നൽകണേ അല്ലാ. പാവങ്ങളായ പ്രവാസികളെ കാത്തുരക്ഷിക്കണേ അല്ലാ. എല്ലാ ദുരിതങ്ങളിൽ നിന്നും ഞങ്ങളെല്ലാം നീ രക്ഷപ്പെടുത്തണേ അല്ലാ. പെടുന്നനെ മരിപ്പിക്കല്ല അല്ലാ. അറ്റാക്ക്, ക്യാൻസർ, കിഡ്നി വീക്ക്, സ്ട്രോക്ക് തന്നുകൊണ്ട് തളർത്തല്ലേ അല്ലാ. ദഅവത്ത് മുടക്കല്ലേ അല്ലാ. ഖിദ്മത്ത് മുടക്കല്ലേ അല്ലാ. കച്ചവടങ്ങൾ നശിപ്പിക്കല്ലേ അല്ലാ. പരാജയം എഴുതല്ലേ അല്ലാ. ഷർറ് ഖലാ ചെയ്യല്ലേ അല്ലാ. സകല ഷർറുകളും ഒഴിവാക്കി തരണേ അല്ലാ. രോഗങ്ങൾ മാറ്റണേ അല്ലാ. കടങ്ങൾ വീട്ടണേ അല്ലാ. ആയുസ് അധികരിപ്പിക്കണേ അല്ലാ. ആരോഗ്യം നൽകണേ അല്ലാ. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദിൻ വറഹം ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദിൻ تجاوز عن أمة سيدنا محمد اجعلنا من خيار أمته ومن محبيه يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. ആരാണ്? ഹക്കീം എന്നുള്ള കുട്ടീൻ്റെ ഉമ്മ മരിച്ചിട്ട് അവരെ ചായ കൊടുത്തിട്ടുണ്ട്. അള്ളാഹു തആല ഉമ്മാക്ക് പുറത്തു കൊടുക്കട്ടെ. അവരുടെ ഖബർ അള്ളാഹു വിശാലായി കൊടുക്കട്ടെ. അവർ കൊണ്ടുവന്ന ചായൻ്റെ സാമ്പാർ അള്ളാഹു തആല ഉമ്മാക്ക് എത്തിച്ചു കൊടുക്കട്ടെ. പള്ളിയുടെ ചുറ്റുപാടുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ അസ്അലുക്കൽ ജന്നത അഊദു ബിക മിനൻ നാർ. أشهد أن لا إله إلا الله وأستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله وأستغفر الله أسألك الجنة وأعوذ بك من النار. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. السلام عليكم.